അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 20,000 രൂപയ്ക്കും 40,000 രൂപയ്ക്കും ഇടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് തരുന്ന നല്ലപോലെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ള സ്പെയർ പാർട്സ് എല്ലാം കിട്ടുന്ന ഒരു 5 സ്കൂട്ടറുകളെ കുറിച്ചാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 സ്കൂട്ടറുകൾ എന്ന് അറിയാനായിട്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പുതിയ മെമ്പേഴ്സ് എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 5ാം സ്ഥാനത്തേക്ക് പറയുന്നത് 2 വാഹനങ്ങളാണ്. ഒന്ന് ഹോണ്ടയുടെ ഡിയോ, 2 TVSന്റെ എൻടോർക്ക്. 40,000 രൂപ വരെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2017 മോഡൽ ഹോണ്ട ഡിയോ, അതുപോലെ തന്നെ 2018 മോഡൽ സ്റ്റാർട്ടിങ്ങിലുള്ള TVSന്റെ എൻടോർക്ക് കിട്ടുന്നതാണ്. രണ്ടിനും ഒരു 35-നും 40-നും ഇടയിൽ മൈലേജ് കിട്ടുന്നതാണ്. ജെറ്റ് വണ്ടികളാണ്, നല്ല സ്പീഡിൽ ഓടിക്കാം. സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്, സർവീസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ 40,000 റേഞ്ചിൽ അത്യാവശ്യം ഡീസന്റ് മൈലേജ് ആണ്, കാണാനും നല്ല ഭംഗിയാണ്, ഓടിക്കാനും സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 2 വാഹനങ്ങളിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ 4ാം സ്ഥാനത്ത് സംസാരിക്കാൻ പോകുന്ന യമഹയുടെ ഫസീനോ എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. 40,000 റേഞ്ച് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു 2016, 2017 മോഡൽ വരെ നിങ്ങൾക്ക് യമഹയുടെ ഫസീനോ കിട്ടും. ഫസീനോ കോമൺ ആയിട്ടുള്ള വണ്ടിയാണ്. യമഹ ഫസീനോ ആൽഫ, റേസ് എല്ലാത്തിൻ്റെ എഞ്ചിൻ പാർട്സ് എല്ലാം സെയിം ആണ്. എല്ലാ സ്പെയർ പാർട്സ് വഴിയിലും നമുക്ക് പാർട്സ് കിട്ടും. 90% മെക്കാനിക്കലും സർവീസ് വരുന്നതാണ്. പിന്നെ ഫസീനോ കാണാൻ നല്ല ഭംഗിയാണ്, ലേഡീസ് വണ്ടിയൊന്നുമല്ല, മെൻസും ഓടിച്ചു നടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിനെല്ലാം നല്ല സ്പേസ് ഉണ്ട്. ഒരു 2 അച്ഛനമ്മ ഒരു കുട്ടിക്ക് സുന്ദരമായിട്ട് യാത്ര ചെയ്യാം. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ മൊബൈൽ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഫ്രണ്ടിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ്, ഒരു 47-48 മൈലേജ് നല്ലപോലെ സർവീസ് ചെയ്ത് മര്യാദ കൊണ്ടു നടക്കുന്ന ഫസീനോ ആണെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. നമ്മൾ 3ാം സ്ഥാനത്തിന് സംസാരിക്കുന്നത് 40,000 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 2017 മോഡൽ ഹോണ്ട ആക്റ്റീവ 3G നമുക്ക് എടുക്കാവുന്നതാണ്. സുന്ദരമായിട്ട്. അതിപ്പോൾ OLX, ഫേസ്ബുക്കിലെല്ലാം ലഭ്യമാണ്. ഹോണ്ട ആക്റ്റീവിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. പാർട്സ് എല്ലാം എല്ലായിടത്തും കിട്ടും. എല്ലാ മെക്കാനിക്കലും സർവീസ് ചെയ്യും. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ വണ്ടിയാണ്, നല്ല ബോഡി ക്വാളിറ്റി ഉള്ളതാണ്. ഫുൾ മെറ്റലാണ് ബോഡി. പ്ലാറ്റ്ഫോമിനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഒരു ഡീസൻറ്റ് മൈലേജ്, ഒരു 48-50 റേഞ്ചിൽ ഹോണ്ട ആക്റ്റീവ 3G 4Gക്കുള്ള മൈലേജ് കിട്ടുന്നതാണ്. അപ്പോൾ 4ാം സ്ഥാനം ഹോണ്ട ആക്റ്റീവയാണ്. 2nd സ്ഥാനം വരുന്നത്, 2ാം സ്ഥാനം വരുന്നത് ഹീറോൻ്റെ മാസ്ട്രോയാണ്. ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജിനാണ് 2ാം സ്ഥാനം വരുന്നത്. നമുക്കൊരു 40,000 രൂപ വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 2019 മോഡൽ വരെ മാസ്ട്രോ എഡ്ജ് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. മാസ്ട്രോ എഡ്ജ് ആയാലും ആക്റ്റീവ ഡിയോ എല്ലാത്തിൻ്റെ ഓൾമോസ്റ്റ് എഞ്ചിൻ പാർട്സ് എല്ലാം സെയിം ആണ്. ഒരു ഇതെല്ലാവരും സർവീസ് തരുന്നതാണ്. എഡ്ജിന് ഒരു 50-52 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. എന്താ പറയുക, പ്ലാറ്റ്ഫോമിന് നല്ല സ്പേസ് ഉണ്ട്. 3 പേർക്ക് സുന്ദരമായിട്ട് ഇരിക്കാം. മാസ്ട്രോ എഡ്ജ് മോഡൽ 2017 ആകുമ്പോൾ 17, 18, 19 എല്ലാം ഫ്യൂൽ ഫില്ലിങ് ബാക്ക് സൈഡ് ആയിരിക്കും. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഫ്യൂൽ അടിക്കാനായിട്ട് താക്കോലും താഴേക്ക് താത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലിഡ് ഓപ്പൺ ആണ്. നമുക്ക് പമ്പിൽ നാളെ ഒരു തന്നെ ഫ്യൂൽ അടിച്ചിട്ട് ക്യാപ്പ് അടച്ചു തരും. പിന്നെ LED ലൈറ്റ്സ് ആണ് ബാക്കിൽ വരുന്നത്. നല്ല ഭംഗിയുള്ള വണ്ടിയാണ്, ഓടിക്കാൻ നല്ല സ്മൂത്താണ്. അപ്പോൾ നമുക്ക് 40,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 50-52 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു സൂപ്പർ ഹീറോ മാസ്ട്രോ എഡ്ജ് നമുക്ക് അപ്പോൾ 50-52 മൈലേജ് കിട്ടുന്ന നല്ല അടിപ്പം മാസ്ട്രോ എഡ്ജ് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് TVSന്റെ ജുപ്പിറ്ററിനാണ്. ഒരു 40,000 റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു 2016, 2017 മോഡൽ ജുപ്പിറ്ററൊക്കെ സുന്ദരമായിട്ട് എടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ വണ്ടിയാണ്, ഓടിക്കാനായിട്ട് നല്ല സ്മൂത്താണ്, ഒട്ടും ശബ്ദമില്ല, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ സെയിം മാസ്ട്രോ എഡ്ജിൻ്റെ പോലെ തന്നെ ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം എക്സ്റ്റീരിയർ ആണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 52-55 റേഞ്ച് മൈലേജ് കിട്ടും. സർവീസ് ഒരു എല്ലാവരും സർവീസ് ചെയ്യും. പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. നല്ല ഡ്യൂറബിൾ വണ്ടിയാണ്, ഓടിക്കാൻ നല്ല സ്മൂത്താണ്, മൈലേജും കിട്ടും. എനിക്ക് വളരെയധികം ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. പിന്നെ ഇപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പൈസയൊക്കെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് ജുപ്പിറ്ററിനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് TVSന്റെ ജുപ്പിറ്റർ സ്കൂട്ടറിനാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും നാളത്തെ ഒരു 11 വർഷത്തെ 2 വീലറിൻ്റെ വർക്കിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സ്കൂട്ടറാണ് ഈ റേഞ്ചിൽ നല്ലതായിട്ട് തോന്നിയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. വണ്ടിയെ കുറിച്ച് അറിയാനായിട്ട് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.